ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു പുതിയ കാര്യമാണ് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ ഒരു കർഷകനാണ്. അപ്പോൾ എനിക്ക് ഏലം കൃഷിയുണ്ട്, അതുകൂടാതെ കുരുമുളക്, പിന്നെ ജാതി, അങ്ങനെ നിരവധി കൃഷികളുണ്ട്. പക്ഷെ ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ ഈ കുരുമുളക് ആയിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളകിനൊരു താങ്ങുമരം വലിയ പ്രശ്നമായി മാറി. മുരിക്കുകൾക്കെല്ലാം വ്യാപകമായ രോഗം പിടിപെട്ടതുകൊണ്ട് മുരിക്ക് പോവും. പിന്നെ ചീമുരിക്കിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീമുരിക്ക് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ കൊടിക്കൃഷി പ്രതിസന്ധിയിലേക്ക് വന്നുകൊണ്ട് ഏലത്തിലേക്ക് തിരിഞ്ഞു. എന്നാലും കൊടി എനിക്ക് കുറേ അധികമുണ്ട്, റബ്ബറെ കൊടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാനിങ്ങനെ യാദൃശ്യമായിട്ട് എൻ്റെ ഒരു സുഹൃത്തിന് വീട്ടിൽ പോയപ്പോൾ അവരുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു പ്രത്യേക താങ്ങുമരം ഞാൻ കണ്ടു. അതൊരു പക്ഷേ സുലഭമാണ്, നിങ്ങൾക്ക് ഒരു പക്ഷേ പരിചയം ഉണ്ടായിരിക്കും. അതിലവർ കൊടിയിട്ടിരിക്കുന്നു. അതിങ്ങനെ സ്ട്രെയിറ്റായിട്ട് മുകളിലേക്ക് കയറിപ്പോവും. എത്ര കൂടും വേനക്ക് ഉണങ്ങത്തില്ല. നല്ല ബലമുള്ള സാധനം. ഞാൻ അത് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ആ സാധനം. ഇതിപ്പോൾ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, വേലിക്കാലായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഈ സാധനം. ഇതുണ്ടോ ഈ മരമല്ല, ഇത് ആ മരമായിട്ട് തന്നെ വളരും. ഞാൻ കൊടിയിട്ടിട്ടുണ്ട്. അത് അദ്ദേഹം ചെയ്ത് കണ്ടിട്ടാണ് ഞാനിത് കൊടിയിട്ടത്. ഇത് ഏതുണ്ടോ ഇതിങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. നല്ല കൊടും വേനക്കും ഇത് വളരും, തഴച്ച് വളരും. ഇതിപ്പോൾ എനിക്കിവിടെ ഇതിൻ്റെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു കേട്ടോ. ആ മരം ഞാൻ വെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ മരത്തെ നിന്ന് കിളുത്ത് വന്നത്. കുഴിച്ചിട്ടിട്ടൊന്നുമില്ല, ഞാൻ ചുമ്മാ ചായച്ചിട്ടുള്ളത്. തായത്തടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. തായത്തടി ഉണ്ടോ? തായത്തടി പോയേക്കുന്നുണ്ടോ? അതാണ് തായത്തടി. ഇതുണ്ടോ? അതേന്നാണ് പൊട്ടി മുളച്ച് വെക്കുന്നത്. ഇതിങ്ങനെ വെട്ടിയിട്ടേക്കുന്നതാണ്. അപ്പോൾ അതേന്ന് ഇങ്ങനെ മുളച്ച് രണ്ടെണ്ണം വന്നിട്ടുണ്ട്. എന്ത് കരുത്തില വന്നുണ്ടെങ്കിൽ ഇതുണ്ടോ? ഇത് വലിയ മരമായിട്ട് മാറി. അപ്പോൾ ഇത് നമുക്ക് കൊടിയിടാൻ നല്ല സാധനമാണ്. അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. അപ്പം ഇതിൽ ഞാനൊരു കൊടിയിട്ട്, അപ്പോൾ അദ്ദേഹം ചെയ്ത് കണ്ടിട്ട് ഞാൻ കൊടിയിട്ടു വളർത്തി. നല്ല റിസൾട്ട് എനിക്കുണ്ട്. അവൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടി കെട്ടിക്കൊടുക്കണ്ട, കാരണം അതിന് നല്ല ഗ്രിപ്പുണ്ട്. അപ്പോൾ ആ കാരണത്താൽ കൊടി കെട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ അത് വളർന്നോളും. അപ്പോൾ അങ്ങനെ ഗുണമുണ്ട്. ഇപ്പം നമ്മൾ ഈ ചീമുരിക്കോ അല്ലെങ്കിൽ അല്ലാത്ത മുള്ളുമുരിക്ക് കെട്ടി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുഴു കുത്തിപ്പോയിട്ട് ഇപ്പം മുള്ളുമുരിക്ക് പഴയതുപോലെ ഒന്നും ഗുണമാകുന്നില്ല. പിന്നെ ചീമക്കൊന്ന കൊടിയിട്ടു. ഇപ്പോൾ നിങ്ങൾക്ക് ചീമക്കൊന്നുള്ള കൊടിയിട്ടുമ്പോൾ നമ്മളതിന് തളുപ്പ് പൊട്ടി മടുക്കും. അത് അത്ര കറക്റ്റല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പുതിയതായിട്ട് ആളുകൾ എന്താ ചെയ്യുന്നത്, ഇത് PVC പൈപ്പിൽ കൊടിയിടുന്നുണ്ട്. അതുകൂടാതെ തന്നെ വാർക്ക പോസ്റ്റൽ കൊടിയിടുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ ഞാൻ നോക്കിയിട്ട് ഏത് വേനക്കും പിടിച്ച് നിൽക്കുന്നതും വളരെ മനോഹരമായിട്ട് നമുക്ക് ഒരു താങ്ങുമരം, നല്ല താങ്ങുമരമാണ്, കെട്ടിക്കൊടുക്കേണ്ടാത്തൊരു സാധനമാണ് ഇത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഞാൻ കൊണ്ട് വെച്ചത് അത് കണ്ടിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ വലിയ മരം കാണിച്ചു തരാം. അതായത് എൻ്റെ അടുത്ത് കൊടി കയറി കിടക്കുന്നു. ഇത് ആ മരമാണ്. നിങ്ങൾ നോക്കുക, കൊടി എത്ര നന്നായിട്ട് അത് കയറിയിട്ടേക്കുന്നത്. വലിയൊരു കൊടിയായിട്ട് മാറി. ഏകദേശം 1 കിലോ മുളക് പറിക്കാൻ പറ്റുന്ന വലിയ കൊടിയായിട്ട് ഇത് മാറി. ഉണ്ടോ? ടോപ്പ് വരെ നിങ്ങൾ നോക്കുക. ഉണ്ടോ? ഏറ്റവും ടോപ്പിൽ ഉണ്ട്. ഇതാണ് ആ കൊടി. എന്ത് ഭയങ്കരനായിട്ട് ആ കൊടി വന്നു. എത്ര അടി, എനിക്കൊന്നൊരു 20 അടിക്ക് മേളിൽ ഹൈറ്റുണ്ട്. ഇതുണ്ടോ? അതൊരു മുഴുവൻ ഫുള്ളായിട്ട് ഈ കൊടി കയറി കിടക്കുക. അപ്പം ഞാനിതല്ല ഈ കൊടിക്ക് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ കെട്ടിക്കൊടുത്തിട്ടില്ല. കെട്ടിക്കൊടുത്തൊക്കെ തന്നെ ഇത് കയറി അവിടെ വരെ വന്നാണ് കൊടി ചവിട്ടിലിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 വർഷം ഒക്കെ ആയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. നല്ല വളർച്ചയാണ് ഈ സാധനത്തിന്. അപ്പോൾ ഇതുണ്ടോ? മുളക് എത്ര നന്നായിട്ട് കഴിച്ച് കിടന്നെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഉണ്ടോ? കരിമണ്ടയല്ല, അതുപോലുള്ള എന്തോ ഒരു കൊടിയാണ്. ഉണ്ടോ? അതിൻ്റെ മണ്ട നോക്കുക. ഉണ്ടോ? മണ്ട ഇതാണ് സാധനം. ഉണ്ടോ? അപ്പോൾ ഇതിന് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഏത് വേനക്കും ഇത് പിടിച്ച് നിൽക്കും. അത് മാത്രമല്ല, ഇതിൻ്റെ ബലം ഭയങ്കരമാണ്. ഇപ്പോൾ ഇതേ നമ്മൾ ഏണിയായിരുന്നു, ഒരു കുഴപ്പമില്ല. നല്ല ബലത്തിലായി, നല്ല കടുപ്പം അതിനകത്ത്, നല്ല നാരുകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് ആണ് എന്നെ ആകർഷിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നൊരു എളുപ്പമാർഗവും അതോടൊപ്പം തന്നെ ഈ മുരിക്ക് ഉണങ്ങി പോകുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ നിൽക്കണം നമ്മളെ സഹായിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം നിങ്ങൾ ഒരുപക്ഷെ ഇത് പല സ്ഥലത്തേക്ക് വേലിക്കാലായിട്ട് കിട്ടി നിങ്ങളുടെ പല സ്ഥലങ്ങളിൽ ഇതുണ്ട് ഇഷ്ടം പോലെ. അപ്പം ഞാനിത് പല സ്ഥലങ്ങളിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, പറമ്പിൻ്റെ പല ഭാഗങ്ങളിൽ. എന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടിയിടാൻ. ഇതുണ്ടോ? അതിൻ്റെ ചെറുതാണ്. ഞാൻ വേറെ ഇതുണ്ടോ? ഇപ്പം നിങ്ങൾക്ക് സാധനം മനസ്സിലായി കാണുമല്ലോ. ഇതാ സാധനം. അതിൻ്റെ ചെറുത്. ഇത് നമ്മൾ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് വളരും. ഏത് വേനക്ക് ഉണങ്ങിപ്പോകും. ഒരു വെള്ളം ഒഴിക്കേണ്ട, ഒന്നും ഒഴിക്കേണ്ട, നല്ല ഒരു പരിചരണം വേണ്ട, നല്ല കരുത്തിൽ വളരുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ എന്നാ വെച്ചാൽ ഇതിൻ്റെ ഇല അങ്ങനെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സംഗതി
ഈ ഇല പൊഴിയല. അപ്പോൾ നമ്മൾ ഈ അടിയിൽ നിന്ന് ചെത്തി കൊടുക്കണം. ഇല ചെത്തി വിട്ട് കഴിഞ്ഞാലേ നമുക്ക് ശരിയാകത്തുള്ളൂ. സ്വാഭാവികമായിട്ട് ഇല പൊഴിഞ്ഞു വേണമെങ്കിൽ കുറേ താമസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇല അടിയിൽ നിന്ന് ചെത്തി കൊടുക്കണം. അപ്പോൾ അതവിടെ തെങ്ങ് പോലെ ഇങ്ങനെ ഇല പൊഴിഞ്ഞ് കവുങ്ങിൻ്റെ പോലെ ഇങ്ങനെ കയറിപ്പോവും. നല്ല ഗ്രിപ്പും ഉണ്ട്. അതുകൊണ്ട് കൊടി കെട്ടണ്ട. അപ്പോൾ നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഞാനിതൊന്ന് പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു, വിശേഷിച്ച് കർഷകരെ സംബന്ധിച്ച്. അപ്പോൾ ഇത് കൂട്ട് സാധനം നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയി വെക്കുക. ഇതേ കൊടിയിടുക. ഭീമം കൊടിയായിട്ട് നിങ്ങൾക്ക് അതിനെ തീർക്കാൻ കഴിയും. ഉണ്ടോ അതിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടോ? 20 അല്ല, അതിലും മുകളിലേക്ക് പൊങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വലിപ്പം. അത് ആ മരത്തെ കയറിയതാണ്. ആ സാധനത്തിൽ നല്ല വളർച്ചയാണത്. അപ്പോൾ ഞാൻ ഇനി അതിൻ്റെ കൂമ്പ് വെട്ടി വിട്ടു. എന്നാണെന്നറിയോ, ഇനി മേളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏണി എത്തുകയല്ലോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂമ്പ് വെട്ടി വിട്ടു. അപ്പോൾ പിന്നെയും വീണ്ടും കിളുത്ത് വന്നിട്ടുണ്ടത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒത്തിരി കാര്യങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.